ഹലോ ഗൈസ്, പറയസന നമ്മൾ വയനാട് ട്രിപ്പ് പോവാണ് ഗൈസ്. സോ ഫസ്റ്റ് നമ്മൾ എത്ര മണിക്ക് ഇറങ്ങിയത് നമ്മൾ ഇറങ്ങിയത് 4 മണിക്കാണ്. ഇവിടെ ഇനിയും നമ്മൾ വയനാട് എത്തിയിട്ടില്ല. നമ്മൾ ബസ് ട്രിപ്പിലാണ്. എല്ലാവരും ഡാൻസ് കളിച്ച് ക്ഷീണിച്ച് ഉറങ്ങി അല്ലേ? എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എല്ലാവരെയും കാണിച്ചു തരാൻ പോകും. എല്ലാവരും പക്ഷെ ഉറങ്ങുകയാണ്, പക്ഷെ എന്നാലും ഞാൻ കാണിച്ചു തരാം. എല്ലാരും ഉറങ്ങാണ്. ചച്ചു ഹായ് പറയ്. ചച്ചു ഹായ് ഹായ്. ഇരിക്കുന്നത് ഞാനും സനക്കുട്ടിയും മാത്രമാണ് അല്ലേ? അതെ, കണ്ടോ? ബാക്കി എല്ലാവരും ഉറക്കമാണ് ഗൈസ്. എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. നമ്മൾ ഇനി നമ്മുടെ ഒരു ആന്റീനും കൂടെ പിക്ക് ചെയ്യാനുണ്ട്. ആന്റി കുറച്ച് വൈബാണ്. ആന്റി വരുമ്പോ കാണിച്ചു. ഞാൻ വ്ലോഗ് എടുക്കണം. ഫൈനലി അവർ ആന്റി റീച്ച്ഡ് ടു അവർ വ്ലോഗ്. ആന്റി ഹായ്. ഒട്ടും ആർട്ടിഫിഷ്യാലിറ്റി ഇല്ല. ലഡ്ഡു കഴിക്കണം ഗൈസ്. വെറും വയറ്റിൽ രാവിലെ ഒന്നും കഴിക്കാതെ നമ്മൾ ലഡ്ഡു കഴിക്കണം. ആന്റി എന്നോട് പിന്നെ ഫുൾ ഓണായി ഗൈസ്. പാട്ട് നമ്മൾ പിന്നെ ആഡാക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരും. ദിസ് ഈസ് മൈ പപ്പാജി. ആളെ എന്നെക്കാളും വൈബാണ്. പിന്നെ പാട്ട് വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഇങ്ങനെയായിരുന്നു അവസ്ഥ. എല്ലാം എൻജോയ് ചെയ്ത് കളിച്ച് എൻജോയ് ആക്കിട്ടോ എല്ലാരും പാടെ. ഒരു വീഡിയോയില് 2 വ്ളോഗോ? അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടുപേരും 2 ഫോണും കൊണ്ട് അപ്പുറേ ഇപ്പുറേ നിന്ന് വ്ളോഗിങ് എടുക്കുക. ഞാനീ പറഞ്ഞോണ്ടിരിക്കുന്ന എന്റെ വീഡിയോ കൂടെ കുറച്ചൊന്ന് നോക്കണേന്നാണ്. ഹാവൂ, സമാധാനമായി. ഇതാണ് നമ്മളെ സിൻസി ആന്റി. ഈ ടൂർ പോകുന്നതിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ ലോക്ക് വാങ്ങിച്ചു കൂട്ടിയ ആളെന്ന് വേണമെങ്കിലും പറയാൻ പറ്റും. അവരെ ഏറ്റവും കൂടുതൽ ലോക്കിയ ആളാണ് എന്റെ വാപ്പ. ഞാൻ ഈ കിടന്ന് പിച്ചുമ്മയും പറയുന്നത് എന്താണെന്നല്ലേ? രാവിലെ ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടില്ല. അതിന്റെ സങ്കടത്തിൽ എന്തൊക്കെയോ വിളിച്ച് പറയുന്നതാണ്. ആരും മൈൻഡ് ആക്കണം. കേട്ടിട്ട് വേണം നമുക്ക് അടുത്ത വ്ളോഗ് എടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. ഇനി നമ്മൾ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് അടുത്ത വ്ളോഗ് നമുക്ക് തുടങ്ങാം. ഫോണൊന്നും ക്യാമറ ഓണാക്കേണ്ട താമസമേ ഉള്ളൂ. എല്ലാവരും കൂടെ വന്നോളൂ. കുടുംബത്തോടെ കൂടെ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ നോളജ് സിറ്റിയിൽ വന്നിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചേ. ഇതാണ് അതിന്റെ ഉള്ളിലെ സ്പേസ് കേട്ടോ. എല്ലാവർക്കും വിശാലായിട്ടിരുന്ന് കഴിക്കാനുള്ള സ്പേസ് ഉണ്ടായി. നമ്മൾ വീട്ടിൽ നിന്ന് രാവിലേക്കും ഉച്ചക്കത്തേക്കും കുക്ക് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്തത്. ഉപ്പുമാവ് ഉണ്ടായി, പത്തിരി ഉണ്ടായി, ചിക്കൻ കറി ഉണ്ടായി, പിന്നെ മുട്ട പുഴുങ്ങിയതുണ്ടായി, പഴം പുഴുങ്ങിയതുണ്ടായി. പക്ഷെ ഇവിടെ എടുത്തില്ല കേട്ടോ. ഇതായിട്ട് നിങ്ങൾ തെറ്റിയിരിക്കണ്ട കേട്ടോ. എന്റെ കസിൻസാ. ഒരു കുറച്ചൊന്ന് ഫ്രീക്കാവാൻ ശ്രമിച്ചതാ. പിന്നെ നമ്മൾ നോളജ് സിറ്റിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയായിരുന്നു കേട്ടോ. ഇത് കാണുമ്പോൾ നല്ല രസമില്ലേ? പിന്നെ അതിനുള്ളിൽ ഫുള്ള് ഇങ്ങനെ എന്തെല്ലോ നോക്കി നടക്കായിരുന്നു. നമ്മുടെ സെക്ഷൻ എത്തി, പക്ഷെ ഇവിടെ ഒന്നും വാങ്ങിച്ചില്ലേ. അങ്ങനെ കുറച്ചു നേരം മാത്രമേ നമ്മളവിടെ സ്പെൻഡ് ചെയ്തുള്ളേ. പക്ഷെ ഈ നോളജ് സിറ്റിന്റെ പുറം ഭാഗം കാണാൻ കേട്ടോ നല്ല ഭംഗി. ഇപ്പം നമ്മൾ നോളജ് സിറ്റി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പള്ളിയാണ് ആക്ച്വലി. എന്താ കാണാനൊക്കെ ഉണ്ട് കേട്ടോ. പള്ളി കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ കുറച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒക്കെ ഇടുക്കൂടെ എല്ലാം ഇവരൊക്കെ പോകുന്നുണ്ട് ഗൈസ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇവർക്ക് തന്നെ യാതൊരുവിധ ഐഡിയ ഇല്ല. നമ്മളെ ബസ് അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ വയനാട്ടിലേക്ക് ചുരം കയറിക്കൊണ്ടിരിക്കുകയായിരുന്നേ. തല്ലുപിടി കണ്ടത് തിന്നാനെടുക്കാൻ വേണ്ടിയിട്ടുള്ള തല്ലുപിടിയാണ്. നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോയ നോളജ് സിറ്റി നല്ല ഭംഗിയിൽ കാണുന്നുണ്ടായിരുന്നു. അത്യാവശ്യം കോടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു ഓരോ പ്ലേസും കാണാൻ. പിന്നെ കുറെ നേരം നമ്മൾ ബസ്സിൽ തന്നെ കുറെ എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ ഇതൊരു ലേക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലേക്ക് നമ്മളെ റിസോർട്ടിന്റെ അടുത്തായിരുന്നു. കുറെ നേരത്തിന് ശേഷം നമ്മളെ റിസോർട്ട് എത്തി. ഇതാണ് അവിടുത്തെ റിസപ്ഷൻ. നല്ല രസമില്ലേ? ആക്ച്വലി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എല്ലാം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഇത് എന്തോ ഒരു ജ്യൂസ് ആയിരുന്നു, ടാങ്ക് ആണെന്ന് തോന്നുന്നു, അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് മേടിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോകാൻ വേണ്ടി നിന്നേ. അതിന് മുമ്പ് ഈ സ്ഥലം ഒന്ന് കാണണം നിങ്ങൾ. ഫാന്റാസ്റ്റിക് ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. പ്രത്യേകിച്ച് ആ മൗണ്ടെയിൻസ് ഒക്കെ കാണാൻ നല്ല രസമായിരുന്നേ. ഞാൻ ഏറ്റവും നല്ല ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് നമ്മളെ റൂമിലേക്ക് പോകുന്ന ഈ വഴിയാണ്. ഗുഹേന്റെ ഉള്ളിലേക്കൊക്കെ കയറി പോകുന്ന ഒരു ഫീൽ ആയിരുന്നു. നല്ല രസമായിരുന്നു ഗൈസ്. ഇതിനുള്ളിലൊരു റൂം, അങ്ങനെ അടിപൊളിയായിരുന്നേ ഗൈസ്. ആംബിയൻസ് ഇറ്റ് വാസ് സോ ഗുഡ്. വൗ, സോ ബ്യൂട്ടിഫുൾ. റൂം നമുക്ക് തന്നെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അതിനകത്ത് റൂമുകൾ കാണിച്ചു തരാട്ടോ. നമ്മൾ ഫാമിലി ആയതുകൊണ്ട് തന്നെ 2-3 ബെഡൊക്കെ ഉള്ളതാട്ടോ നമ്മൾ ബുക്ക് ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു ഗൈസ് റൂമെല്ലാം കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിന്റെ ഔട്ട്ഡോർ വ്യൂ നല്ല രസമായിരുന്നേ. പുറത്തു പോയി നോക്കിയാൽ ഈ മൗണ്ടെയിൻസും ഭയങ്കര ഗ്രീനറി ആയിരുന്നു. ബാത്ത് ടബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നേ. പിന്നെ മെക്കാനിസം ബാത്ത് ടബൊക്കെ ഉണ്ട് ഗൈസ്. Look at the view.
സൂപ്പർ പറ, എന്റെ വ്ളോഗിൽ പറയും. അയ്യോ ഞാൻ റൂം മാറിപ്പോയി. എന്റെ റൂം ഇതല്ല തോന്നുന്നു. ഏതാ റൂം? ഈ റൂമാണോ? ഈ റൂമല്ല. നമ്മൾ അങ്ങനെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മഴയാക്കിയത് ഈ പൂളായിരുന്നു കേട്ടോ. ചെറിയ രീതിയിൽ മഴ വരുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കൂടെ എൻ്റെ കസിൻസ് ആണ്. അപ്പൊ നമ്മളെല്ലാവരും കൂടെ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്. ഇതിൻ്റെയൊക്കെ റീൽസ് ഞാൻ ഇൻസ്റ്റയിൽ ഉടനെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കണ്. നോക്കാം ഗൈസ് എത്രത്തോളം പോസിബിൾ ആവുന്നു. കുറേ ടൈമിന് ശേഷം നമ്മൾ കുളിച്ച് ഈ നല്ല തണുപ്പും നല്ല ചൂടുള്ള സ്ലൈമനിയും പിന്നെ ബ്രെഡും പഴംപൊരിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നൈറ്റത്തേക്കുള്ള ഫുഡ് പൊറോട്ട വിത്ത് വെജിറ്റബിൾ സ്റ്റൂ ആയിരുന്നു. അതും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ക്യാരംസ് കുറേ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. കുറച്ച് കഴിഞ്ഞത് നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിക്കൊണ്ടുണ്ടായേ. ടൈം ഒരു 10:30 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ മേലേക്ക് കയറിപ്പോയത്. ഇനി ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. കാരണം തീയെല്ലാം കത്തിച്ച് അവരെന്തെല്ലോ ഒഴിച്ച് കത്തിക്കണുണ്ട്. എല്ലാവരും കൂടെ ചുറ്റെല്ലാം ഇരുന്ന് ഇങ്ങനെ കേട്ടോ. അങ്ങനെ തീ ഒരുവിധം കത്തി തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ ഒന്ന് ഓണായത്. ഡാൻസും പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് നല്ല വൈബായിരുന്നു ഗൈസ്. ഇനി ഇതാണ് എൻ്റെ റിയാസലാപ്പ ആൻഡ് ബാക്കിലുള്ളതാണ് സിൻസി ആൻറ്റി. നമ്മളെല്ലാവരും കൂടിയിട്ട് നല്ല സെറ്റായിരുന്നു ഗൈസ്. വയനാട്ടിൽ പിന്നെ ഫസ്റ്റ് ഡേ നമ്മൾ കുറേ റീൽസും ഇതുപോലൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. പിന്നെ ലൈക്കൊക്കെ ചെയ്യാൻ എന്തിനാ പിശ് കാണിക്കുന്നത്, അങ്ങ് ചെയ്തു.